യുദ്ധം അവിടെ പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു യുദ്ധഭീതി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഹോർമൂസിൽ നാവിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന ഭീഷണിക്ക് പിന്നാലെ തന്നെ ഏതു സമയത്തും ഒരു ആക്രമണം പുനരാരംഭിക്കാൻ സജ്ജമാണ് എന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇന്ന് രാത്രിയോടുകൂടി ഇറാനിലെ എല്ലാ തുറമുഖങ്ങളും ഉപരോധിക്കുമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഭീഷണിക്ക് മുന്നിൽ കീഴടങ്ങില്ല എന്ന് ഇറാൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് വ്യക്തമാക്കി. ശ്രീജിന ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ഇന്റർനാഷണൽ ഡെസ്കിൽ ചേരുന്നത്. ശ്രീജിന, ഗുഡ് മോർണിംഗ്. ഒരു സമാധാനമൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, ഒരു സമാധാന ഉടമ്പടി ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒന്നും ഉണ്ടായില്ല. അതിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറഞ്ഞ ഹോർമൂസ് കടലെടുക്ക് തന്നെയാണ്. ഈ പൂർണ്ണ അധികാരം വേണം, അതിൻ്റെ ഹോർമൂസിൻ്റെ പൂർണ്ണ അവകാശം തങ്ങൾക്കാണെന്ന് ഇറാൻ വാദിക്കുന്നു. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിലെ കാര്യങ്ങൾ കൂടി പരിഗണിക്കണമെന്ന് അമേരിക്ക പറയുന്നു. അങ്ങനെ ഹോർമൂസിൽ തട്ടി ഇത് എങ്ങും എത്താതെ പിരിഞ്ഞുപോയി. അതിന് പിന്നാലെയാണ് ഈ ഒരു യുദ്ധഭീതി നിലനിൽക്കുന്നതും. ട്രംപിൻ്റെ ഇന്നലത്തെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റും അങ്ങനെ തന്നെയായിരുന്നു. അപ്പം നിലവിലെ സാഹചര്യം എന്താണ്? ഇറാന്റെ നിലപാട് എന്താണ് വിഷയത്തിൽ? സേതു, ഗുഡ് മോർണിംഗ്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഇറാൻ അമേരിക്ക സമാധാന ചർച്ചയെ ലോകം ഏറെ ഉറ്റുനോക്കിയ ഒരു ചർച്ചയായിരുന്നു. പാകിസ്ഥാനിലെ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇസ്ലാമാബാദിൽ 21 മണിക്കൂർ നീണ്ട ചർച്ചയായിരുന്നു നടന്നിരുന്നത്. എന്നാൽ ഒരു ധാരണയിലെത്താതെ ചർച്ച പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ഇപ്പോൾ വീണ്ടും പശ്ചിമേഷ്യ യുദ്ധഭീഷണിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വീണ്ടും ഇറാനെ ആക്രമിക്കുമെന്ന തരത്തിലുള്ള ഭീഷണിയുമായാണ് ട്രംപ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഹോർമസ് കടലിടുക്കിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന ഭീഷണിയുമായും ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നതും അതുപോലെ തന്നെ ഇറാനിൽ നിന്ന് തിരിച്ചു പോകുന്നതുമായ എല്ലാ കപ്പലുകളിലും ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് രാത്രിയോടെ ഇറാനിലെ എല്ലാ തുറമുഖങ്ങളും ഉപരോധിക്കുമെന്ന് US സെൻട്രൽ കമാൻഡും അറിയിച്ചിരിക്കുകയാണ്. എന്നാൽ ഭീഷണിക്ക് മുന്നിൽ കീഴടങ്ങില്ലെന്നാണ് പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ആക്രമണം കൊണ്ട് തന്നെ നേരിടുമെന്നാണ് ഇറാന്റെ ഇപ്പോഴത്തെ നിലപാട്. ഇന്നലെ ഇപ്പം ട്രംപ് ട്രൂത്ത് സോഷ്യലിനെ കുറിച്ച് അനുസരിച്ചാണെങ്കിൽ ഈ ചർച്ചകൾക്കൊക്കെ പിന്നാലെ തന്നെ അമേരിക്കയുടെ 2 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് വഴി പോയെന്നും അതിനെ ഇറാൻ മുക്കിയെന്നും ഒക്കെ ട്രംപ് പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല, ഈ കപ്പലിനെ വഴിതിരിച്ചു വിടുകയാണെന്ന് ഇറാൻ പറയുന്നത്. അതിൽ വേറെ എന്തെങ്കിലും ഒരു സ്ഥിരീകരണമോ വേറെ എന്തെങ്കിലും ഒരു തുടർ സ്റ്റേറ്റ്മെന്റുകളോ വന്നിട്ടുണ്ടായിരുന്നോ? അതായത് സേതു, ട്രംപിന്റെ വാദത്തെ തീർത്തും എതിർക്കുന്ന തരത്തിലുള്ള നിലപാടുമായിട്ടാണ് ഇറാൻ ഇക്കാര്യത്തിൽ മുന്നോട്ട് വന്നിരിക്കുന്നത്. അമേരിക്കയുടെ കപ്പലുകൾ ഇതുവഴി കടന്നു പോയിട്ടില്ല എന്നാണ് ഇറാൻ ഇപ്പോഴും സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിലവിൽ അതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. മാത്രമല്ല, ചൈനയ്ക്ക് മേൽ 50% തീരുവ ഭീഷണി ചുമത്തുമെന്ന ഭീഷണിയുമായും ട്രംപ് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതായത് ഇറാന് ആയുധങ്ങൾ നൽകുന്നതിനാൽ ഇനിയും ആയുധങ്ങൾ നൽകുന്നതിനാൽ ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. അതായത് 50% തീരുവ ചൈനയ്ക്ക് മേൽ ചുമത്തുമെന്നാണ് ഇപ്പോൾ എന്ന ഭീഷണിയായിട്ടാണ് ട്രംപ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ലെബനിലേക്കുള്ള ഇസ്രായേൽ ആക്രമണവും തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ ഉണ്ടായ ആക്രമണത്തിൽ 5 പേർ മരിക്കുകയും 25ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇന്നലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമാധാന ചർച്ചയിൽ മധ്യസ്ഥത വഹിക്കുമെന്ന് അറിയിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സമാധാന ചർച്ചകൾക്കായി മുന്നോട്ട് വരുന്നുണ്ട്. ശരി ശ്രീജന, അപ്പം നിലവിലെ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ പറയുകയായിരുന്നു. ഇപ്പോഴും ഒരു യുദ്ധഭീതി നിലനിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ചർച്ചയൊന്നും സമവായമാകാതെ പിരിയുകയും ചെയ്തു. അതിന് പിന്നാലെ ട്രംപിൻ്റെയും ഇറാൻ്റെയും ഒക്കെ പ്രതികരണവും വന്നു. അതിലൊന്നും ഒരു സമാധാനം അടുത്തെങ്ങാനും ഉണ്ടാകുമെന്ന് ഒരു സൂചനയും ലഭിക്കുന്നില്ല. അതിനൊപ്പമാണ് ഈ ചൈനയ്ക്ക് എതിരായ ഈ പ്രസ്താവനകൾ വരുന്നതും നീക്കങ്ങൾ നടക്കുന്നതും അമേരിക്കയുടെ. അതിനൊപ്പം നമ്മൾ ഈ സംസാരിക്കേണ്ട മറ്റൊന്നാണ് ലെബനൻ, ഇസ്രായേൽ. അവിടെ നടക്കുന്ന സംഘർഷങ്ങൾ കൂടി പറയണം. കാരണം അത് നമ്മൾ ഈ വലിയ യുദ്ധങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ മുങ്ങിപ്പോകുന്ന കാര്യമാണത്. അവിടുത്തെ കാര്യങ്ങൾ കുറച്ചധികം കഷ്ടമാണ്. കാരണം വെസ്റ്റ് ബാങ്കിൻ്റെ ഒക്കെ നിയന്ത്രണം പൂർണ്ണമായിട്ടും ഇസ്രായേൽ ഏറ്റെടുക്കുന്നു. അവിടുത്തെ പലസ്തീനികളെ ഓടിച്ചു എന്നറിയാൻ കഴിയുന്നു. അതിനൊപ്പം തന്നെ സിറിയയിലേക്കുള്ള കടന്നുകയറ്റം അത് വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ ഭയങ്കര രൂക്ഷമാണ് ഈ ഇസ്രായേൽ ലെബനൻ പോരാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പശ്ചിമേഷ്യ ഒട്ടും ശാന്തമല്ല എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാം. ട്രംപിൻ്റെയും ഇറാൻ്റെയും ഒക്കെ അടുത്ത നീക്കങ്ങളും തുടർ പ്രതികരണവും ഒക്കെ അതുകൊണ്ട് തന്നെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുകയാണ് ലോക രാഷ്ട്രങ്ങൾ ഒന്നാകെ.